പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, വെൽക്കം ടു ലേൺ വിത്ത് ARM. ഡെയിലി മലയാളം ക്ലാസ്സിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ചോദ്യപേപ്പർ എന്ന് പറയുന്നത് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ 2019 നടന്ന വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറിന്റെ ചോദ്യപേപ്പറാണ്. എക്സാം നടന്നത് പത്തനംതിട്ട ജില്ലയ്ക്ക് വേണ്ടിയിട്ടും മലപ്പുറം ജില്ലയ്ക്ക് വേണ്ടിയിട്ടും കാസർഗോഡ് ജില്ലയ്ക്ക് വേണ്ടിയിട്ടുമായിരുന്നു. നമുക്ക് ചോദ്യങ്ങളിലായിട്ട് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ തഥ്യത്തിന് ഉദാഹരണം ഏത്? തഥ്യത്തിന് ഉദാഹരണം ഏതാണ് എന്ന് ചോദിച്ചിരിക്കുന്നു. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തഥ്യത്തിന് ഉദാഹരണം വിനയം, അടിമത്തം, ഉന്മേഷം, സന്തോഷം എന്നിവയാണ് നൽകിയിരിക്കുന്നത്. ഇതിൽ തഥ്യത്തിന് ഉദാഹരണം എന്ന് പറയുന്നത് ഏതാണ്? അടിമത്തമാണ് ഉദാഹരണം. ഏതാണ്? അടിമത്തം. നാമത്തിൽ നിന്നും നാമവിശേഷണത്തിൽ നിന്നും ഉണ്ടാകുന്ന നാമങ്ങളാണ് എന്ത് എന്ന് പറയുന്നത്? തഥ്യതങ്ങൾ എന്ന് പറയുന്നത്. എങ്ങനെയാ? നാമത്തിൽ നിന്നും നാമവിശേഷണത്തിൽ നിന്നും ഉണ്ടാകുന്ന നാമങ്ങളാണ് തഥ്യതങ്ങൾ എന്ന് പറയുന്നത്. തന്മാത്ര തഥ്യതത്തിന്റെ പ്രത്യയങ്ങൾ, അതായത് തഥ്യതത്തിന്റെ ഓരോ തഥ്യതങ്ങളുണ്ടല്ലോ, അതിൽ തന്മാത്ര തഥ്യതം എന്ന് പറയുന്ന തഥ്യതത്തിന്റെ പ്രത്യയങ്ങൾ എന്ന് പറയുന്നത് മാ, തം, തം തം, അടിമത്തം, കുട്ടിത്തം എന്നൊക്കെ പറയത്തില്ലേ. അപ്പൊ തം വരുന്നത് തന്മാത്ര തഥ്യതത്തിന്റെ ആണ്. തരം, തരം, തനം എന്നൊക്കെ വരുന്നത് ഏതിന്റെയാണ്? തന്മാത്ര തഥ്യതത്തിന്റെയാണ്. ഓക്കെ അല്ലേ? നമുക്ക് ചില ഉദാഹരണങ്ങൾ നോക്കാം. അടി നോക്കിക്കേ, അടി വന്നാൽ അടിമ. നോക്കിക്കേ, മാ വന്നു, അടിമ, അടിമ. അടിമത്തം, അടിമത്തം, തം വന്നു. അപ്പൊ തം വരുന്നത് ഏതാണ്? തഥ്യതമാണ്, തന്മാത്ര തഥ്യതത്തിന്റെ പ്രത്യയമാണ്. ഓക്കെ. കുട്ടി വന്നാലോ? കുട്ടിത്തം, തം വന്നു, കുട്ടിത്തം. കുട്ടിത്തരം, നോക്കിക്കേ, തരം വന്നു. കുട്ടിത്തരം എന്നിവയെല്ലാം തഥ്യതത്തിന് ഉദാഹരണമാണ്. അപ്പൊ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന അടിമത്തം എന്ന് പറയുന്നു, തം വന്നിരിക്കുന്നത് കൊണ്ട് അതെന്താണ്? അതാണ് ഏതൊരു ഉദാഹരണം? തഥ്യതത്തിന് ഉദാഹരണം എന്ന് നമുക്ക് പറയാം. വേണ്ട വന്നാലോ? വേണ്ട വന്നാൽ വേണ്ടാത്തരം. അപ്പൊ അതെന്താണ്? തഥ്യതത്തിന് ഉദാഹരണമാണ്. മാ, തം, തരം, തനം എന്നിവ വരുന്നത് തന്മാത്ര തഥ്യതത്തിന്റെ പ്രത്യയങ്ങളാണ്. അടിമത്തം, അടിമ, കുട്ടിത്തം, കുട്ടിത്തരം, വേണ്ടാത്തരം എന്നിവയെല്ലാം തഥ്യതത്തിന് ഉദാഹരണമാണ്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, ആദേശസന്ധിക്ക് ഉദാഹരണം. ആദേശസന്ധിക്ക് ഉദാഹരണം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? ആദേശസന്ധിക്ക് ഉദാഹരണം ഏതാണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. കണ്ടെടുത്തു, വന്നെത്തി, വിണ്ടലം, വാഴയില എന്നിവയാണ് ഉദാഹരണമായിട്ട് തന്നിരിക്കുന്നത്. ഇവിടെ ആദേശസന്ധിക്ക് ഉദാഹരണം എന്ന് പറയുന്നത് ഏതാണ്? വിണ്ടലമാണ്. ഏതാണ്? വിണ്ടലമാണ് ആദേശസന്ധിക്ക് ഉദാഹരണം. വിണ്ടലം. ഓക്കെ അല്ലെ? വിണ്ടലം എന്ന് പറയുന്നത് വിൺ പ്ലസ് തലമാണ്. വിണ്ടലം, വിൺ പ്ലസ് തലം, വിണ്ടലം, വിൺ പ്ലസ് തലം അല്ലെ? അപ്പൊ അങ്ങനെ എന്താണ്? ഒന്ന് ചേരുകയാണ് ചെയ്തത്. വിൺ പ്ലസ് തലം, വിണ്ടലം. കണ്ടു പ്ലസ് എടുത്തു എന്ന് പറഞ്ഞാൽ എന്താ? കണ്ടെടുത്തു എന്ന് പറഞ്ഞാൽ അവിടെ ഒന്ന് ലോപിക്കുകയാണ് ചെയ്തത്. അപ്പൊ അതെന്ത് സന്ധിയാണ്? ലോപസന്ധിയാണ്. കണ്ടു പ്ലസ് എടുത്തു. നോക്കിക്കേ, കണ്ടെടുത്തു എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ വരുന്നത്? ലോപിച്ചു. അതുകൊണ്ട് നമ്മൾ എങ്ങനെ പറയുന്നു? കണ്ടെടുത്തു എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ? അടുത്തത് വന്നു പ്ലസ് എത്തി എന്ന് പറയുന്നതും വന്നെത്തിയാണ്. വന്നെത്തി എന്ന് പറയുന്നത് ഏത് സന്ധിയാ? ലോപസന്ധി തന്നെയാണ്. വന്നു പ്ലസ് എത്തി, വന്നെത്തി ലോപസന്ധിയാണ്. ഓക്കെ അല്ലേ? വാഴ പ്ലസ് ഇലയാണെങ്കിലോ? വാഴയില. അത് ലോപിക്കുകയല്ല, ആഗമിക്കുകയായതുകൊണ്ട് ഇതേത് സന്ധിയാണ്? ആഗമസന്ധിയാണ്. വാഴയില. ഓക്കെ അല്ലേ? വാഴയില ആഗമസന്ധി. വന്നെത്തി ലോപസന്ധി. കണ്ടെടുത്തു ലോപസന്ധി. വിണ്ടലം എന്ന് പറയുന്നത് ഏത് സന്ധിയാണ്? ആദേശ സന്ധിക്ക് ഉദാഹരണമാണ്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യത്തിലോട്ട് കടക്കുകയാണ്. ശരിയായ പദം തിരഞ്ഞെടുത്തെഴുതുക. എന്ന് ചോദിച്ചിരിക്കുന്നു. വൃശ്ചികം, സന്ദിഗ്ധം, അധപതനം, യാദൃശ്ചികം എന്നിവയാണ് നൽകിയിരിക്കുന്നത്. ശരിയായ പദം എന്ന് പറയുന്നത് ഏതാണ്? സന്ദിഗ്ധമാണ് ഇവിടെ നൽകിയിരിക്കുന്നതിൽ ശരിയായ പദം. വൃശ്ചികം എഴുതുന്നത് എങ്ങനെയാണ്? ഇങ്ങനെയാണ് വൃശ്ചികം എഴുതുന്നത്. ചായും ഇച്ചായുമല്ല, ഷായും ചായും കൂടെ ചേർന്നിട്ടാണ് വൃശ്ചികത്തിൽ നമ്മൾ പറയുന്നത്. പദശുദ്ധിയിൽ വൃശ്ചികം എഴുതുന്നത് വൃശ്ചികം എന്നാണ് നമ്മൾ പറയുന്നത്. വൃശ്ചികം, ഷായും ചായും കൂടെ ചേരണം, വൃശ്ചികം. പിന്നെ ഏതാ വരുന്ന? യാദൃശ്ചികം, ചായും ഇച്ചായും, യാദൃശ്ചികം. തത്വം, തായും ഇത്തായും ത്വം, തത്വം. അനാച്ഛാദനം, ചായും ഇച്ചായും, അനാച്ഛാദനം. മനഃപൂർവം. മൂഢത്വം. വാഗ്ജാലം. അനുഗ്രഹം, അനുഗ്രഹീതൻ.
മഹത്വം, മഹത്തമല്ല മഹത്വം, മഹത്വം. പിന്നെ അപകർഷതാബോധം, അപകർഷതാബോധം, അപകർഷതാബോധം. വൃശ്ചികം യാദൃച്ഛികം, യാദൃച്ഛികം തത്വം, അനാച്ഛാദനം, മനഃപൂർവം, മൂഢത്വം, വാഗ്ജാലം, അനുഗ്രഹം, അനുഗ്രഹീതൻ, മഹത്വം, അപകർഷതാബോധം എന്നിവയാണ് പദശുദ്ധിയിൽ നൽകിയിരിക്കുന്നത്. അടുത്ത ചോദ്യം, തലമുടിക്ക് പര്യായപദമല്ലാത്തത്, തലമുടിക്ക് പര്യായമല്ലാത്തത് താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. തലമുടിക്ക് പര്യായമല്ലാത്തത് വേണി, വാണി, ചികുരം, കേശം എന്നിവയാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ വേണി എന്ന് പറയുന്നതും വാണി എന്ന് പറയുന്നതും ചികുരം എന്ന് പറയുന്നതും കേശം എന്ന് പറയുന്നതും തലമുടിക്ക് പര്യായപദം ആണ്. വാണി എന്ന് പറയുന്നത് തലമുടിക്ക് പര്യായപദം അല്ലാത്തത് കൊണ്ട് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഏതാണ്? വാണിയാണ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ അല്ലെ? തലമുടിയുടെ പര്യായങ്ങൾ നോക്കാം. കേശം എന്ന് പറയുന്നതും കജം എന്ന് പറയുന്നതും കുഴൽ എന്ന് പറയുന്നതും ചായൽ എന്ന് പറയുന്നതും തലമുടിയുടെ പര്യായമാണ്. ഓക്കെ. തലയാണെങ്കിലോ ശീർഷം എന്ന് പറയുന്നതും ഉത്തമാംഗം എന്ന് പറയുന്നതും മസ്തകം എന്ന് പറയുന്നതും ശിരസ് എന്ന് പറയുന്നതും തലയുടെ പര്യായപദമാണ്. തലമുടിയാണെങ്കിൽ കേശം, കജം, കുഴൽ, ചായൽ. തലയുടെ പര്യായപദം ഏതൊക്കെയാ? ശീർഷം, ഉത്തമാംഗം, മസ്തകം, ശിരസ് എന്നിവ തലയുടെ പര്യായപദങ്ങളാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിൽ ഉത്തരം എന്ന് പറയുന്നത് ഏതാണ്? വാണിയാണ് ഉത്തരമായിട്ട് വരുന്നത്. തലമുടിക്ക് പര്യായപദമല്ലാത്തത് വാണിയാണ്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രയോഗം ഏത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രയോഗം ഏതാണ് എന്ന് ചോദിച്ചിരിക്കുന്നു. നമുക്ക് നോക്കാം. നാട്ടിൻപുറങ്ങൾ പഴയ കാലത്ത് നന്മകളാൽ സമൃദ്ധമായിരുന്നു. നാട്ടിൻപുറങ്ങൾ പണ്ടുകാലത്ത് നന്മകളാൽ സമൃദ്ധമായിരുന്നു. നാട്ടിൻപുറങ്ങൾ പഴയ കാലത്ത് നന്മകളാൽ സമർത്ഥമായിരുന്നു. നാട്ടിൻപുറങ്ങൾ പണ്ടുകാലത്ത് നന്മകൾ സമൃദ്ധമായിരുന്നു എന്നിവയാണ് നൽകിയിരിക്കുന്നത്. ഇതിൽ ശരിയായ പ്രയോഗം എന്ന് പറയുന്നത് നാട്ടിൻപുറങ്ങൾ പഴയ കാലത്ത് നന്മകളാൽ സമൃദ്ധമായിരുന്നു എന്നുള്ളതാണ്. ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ ആണ് ശരിയായ പ്രയോഗം എന്ന് പറയുന്നത്. നാട്ടിൻപുറങ്ങൾ പഴയ കാലത്ത് നന്മകളാൽ സമൃദ്ധമായിരുന്നു. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ വള്ളത്തോൾ നാരായണമേനോൻ എഴുതിയ കൃതി ഏതാണ്? വള്ളത്തോൾ നാരായണമേനോൻ എഴുതിയ കൃതി ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നു. ദുരവസ്ഥ, കർണഭൂഷണം, പിങ്കള, കൊച്ചുസീത എന്നിവയാണ് ഓപ്ഷൻസിൽ നൽകിയിരിക്കുന്നത്. ഉത്തരം എന്ന് പറയുന്നത് വള്ളത്തോൾ നാരായണമേനോൻ എഴുതിയ കൃതി എന്ന് പറയുന്നത് ഏതാണ്? കൊച്ചുസീതയാണ്. ഉത്തരം കൊച്ചുസീതയാണ് ഉത്തരം. ഓക്കെ അല്ലേ? വള്ളത്തോളിന്റെ പ്രധാന കൃതികൾ നോക്കാം. വള്ളത്തോളിന്റെ പ്രധാന കൃതികൾ എന്ന് പറയുന്നത് ഇന്ത്യയുടെ കരച്ചിൽ, എന്റെ ഗുരുനാഥൻ, ഓണപ്പുടവ, കാവ്യാമൃതം, ദണ്ഡകാരണ്യം, സാഹിത്യമഞ്ജരി, മഗ്ദലന മറിയം എന്നിവ വള്ളത്തോളിന്റെ പ്രധാന കൃതികളാണ്. ഏതൊക്കെയാ? ഇന്ത്യയുടെ കരച്ചിൽ, എന്റെ ഗുരുനാഥൻ, ഓണപ്പുടവ, കാവ്യാമൃതം, ദണ്ഡകാരണ്യം, സാഹിത്യമഞ്ജരി, മഗ്ദലന മറിയം എന്നിവ വള്ളത്തോളിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. വള്ളത്തോൾ രചിച്ച ആത്മകഥാപരമായ കൃതിയാണ് ഏത്? ബധിരവിലാപം. വള്ളത്തോൾ രചിച്ച ആത്മകഥാപരമായ കൃതി ബധിരവിലാപം. ഏതാണ്? ബധിരവിലാപം. ഓക്കെ അല്ലേ? വള്ളത്തോളിന്റെ വിശേഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കേരളീയ കലയുടെ സമുദ്ധാരകനായ കവി എന്നറിയപ്പെടുന്നത് വള്ളത്തോളാണ്. ദേശീയ ഗായകൻ, കേരള ടാഗോർ, കേരള ടെന്നിസൺ, കേരള വാൽമീകി, ശബ്ദസുന്ദരൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? വള്ളത്തോളാണ്. ഒന്നുകൂടെ പറയാം. കേരളീയ കലയുടെ സമുദ്ധാരകനായ കവി, ദേശീയ ഗായകൻ, കേരള ടാഗോർ, കേരള ടെന്നിസൺ, കേരള വാൽമീകി, ശബ്ദസുന്ദരൻ എന്നിങ്ങനെ അറിയപ്പെടുന്നത് ആരാണ്? വള്ളത്തോൾ നാരായണ മേനോനാണ്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, കേരള സ്കോട്ട് എന്ന് അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? കേരള സ്കോട്ട് എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? CV രാമൻപിള്ളയാണ് കേരള സ്കോട്ട് എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ. CV രാമൻപിള്ള. ഓക്കെ അല്ലേ? വാൾട്ടർ സ്കോട്ടിന്റെ ഐവാനോ എന്ന കൃതിയെ മാതൃകയാക്കി CV രാമൻപിള്ള രചിച്ച കൃതിയാണ് ഏതാണ്? മാർത്താണ്ഡവർമ്മ. എന്താണ്? വാൾട്ടർ സ്കോട്ടിന്റെ ഐവാനോ എന്ന കൃതിയെ മാതൃകയാക്കി CV രാമൻപിള്ള രചിച്ച കൃതിയാണ് മാർത്താണ്ഡവർമ്മ. ഓക്കെ. കേരള സ്കോട്ട് എന്നറിയപ്പെടുന്ന ആരാണ്? CV രാമൻപിള്ളയാണ്. പാശ്ചാത്യ പരിഷ്കാര ഭ്രമത്തെ പരിഹസിച്ചുകൊണ്ട് CV രാമൻപിള്ള രചിച്ച പ്രഹസനമാണ് കുറുപ്പില്ല കളരി. ഏതാണ്? കുറുപ്പില്ല കളരി. ഓക്കെ അല്ലേ? അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് CV-യുടെ സാമൂഹിക നോവലാണ് ഏത്? പ്രേമാമൃതം. CV രാമൻപിള്ളയുടെ സാമൂഹിക നോവലാണ് ഏത്? പ്രേമാമൃതം. ഏതാണ്? പ്രേമാമൃതം.
നമുക്ക് മലയാള സാഹിത്യകാരന്മാരും അവരുടെ വിശേഷണങ്ങളും നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. കേരള ഹർഷൻ എന്നറിയപ്പെടുന്ന ആരാണ്? ഉള്ളൂർ എസ് പരമേശ്വരയ്യരാണ്. കേരള ഹർഷൻ എന്നറിയപ്പെടുന്നത് ഉള്ളൂർ എസ് പരമേശ്വരയ്യരാണ്. കേരള ഓർഫ്യൂസ് എന്നറിയപ്പെടുന്നത് ആരാണ്? ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയാണ്. കേരള ഓർഫ്യൂസ് എന്നറിയപ്പെടുന്നത് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. കേരള ഹർഷൻ ആരാണ്? ഉള്ളൂരാണ്. കേരള ഓർഫ്യൂസ് ആരാണ്? ചങ്ങമ്പുഴയാണ്. കേരള ഇബ്സൻ എന്നറിയപ്പെടുന്ന ആരാണ്? എൻ കൃഷ്ണപിള്ളയാണ്. കേരള ഇബ്സൻ എൻ കൃഷ്ണപിള്ള. കേരള ഹോമർ എന്നറിയപ്പെടുന്ന ആരാണ്? അയ്യപ്പിള്ള ആശാൻ. കേരള ഹോമർ അയ്യപ്പിള്ള ആശാൻ. കേരള ചോസർ എന്നറിയപ്പെടുന്നത് ചീരാമകവിയാണ്. കേരള ചോസർ ചീരാമകവി. കേരള സോക്രട്ടീസ് എന്നറിയപ്പെടുന്നത് കേസരി എ ബാലകൃഷ്ണപിള്ളയാണ്. കേരള സോക്രട്ടീസ് എന്നറിയപ്പെടുന്നത് കേസരി എ ബാലകൃഷ്ണപിള്ളയാണ്. കേരള കബീർദാസ് എന്നറിയപ്പെടുന്ന ആരാണ്? കെ ടി മുഹമ്മദ് ആണ്. കേരള കബീർദാസ് കെ ടി മുഹമ്മദ് ആണ്. കേരള മാക്സിൻ ഗോർക്കി എന്നറിയപ്പെടുന്നത് ചെറുകാടാണ്. കേരള മാക്സിൻ ഗോർക്കി ചെറുകാട്. കേരള പുഷ്കിൻ എന്നറിയപ്പെടുന്ന ആരാണ്? ONV കുറുപ്പാണ്. കേരള പുഷ്കിൻ ONV കുറുപ്പ്. കേരള ഹർഷൻ ഉള്ളൂര്. കേരള ഓർഫ്യൂസ് ചങ്ങമ്പുഴ. കേരള ഇബ്സൻ എൻ കൃഷ്ണപിള്ള. കേരള ഹോമർ അയ്യപ്പിള്ള ആശാൻ. കേരള ചോസർ ചീരാമകവി. കേരള സോക്രട്ടീസ് കേസരി എ ബാലകൃഷ്ണപിള്ള. കേരള കബീർദാസ് കെ ടി മുഹമ്മദ്. കേരള മാക്സിം ഗോർക്കി ചെറുകാട്. കേരള പുഷ്കിൻ ONV കുറുപ്പ്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം 98 അല്ലെങ്കിൽ 8ാമത്തെ ചോദ്യമാണ്. ONV കുറുപ്പിന് അക്ഷരം എന്ന കവിതാ സമാഹാരത്തിന് ലഭിച്ച പുരസ്കാരം ഏത്? എന്താണ്? ONV കുറുപ്പിന് അക്ഷരം എന്ന കവിതാ സമാഹാരത്തിന് ലഭിച്ച പുരസ്കാരം എന്ന് പറയുന്നത് ഏതാണ്? കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്. ഓക്കെ അല്ലേ? ONV കുറുപ്പിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കൃതിയാണ് അഗ്നിശലഭങ്ങൾ. ഏതാണ്? അഗ്നിശലഭങ്ങൾ 1972. ONV കുറുപ്പിന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതിയാണ് ഉപ്പ് 1982. ONV കുറുപ്പിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് അഗ്നിശലഭങ്ങൾക്കും ONV കുറുപ്പിന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി ഉപ്പുമാണ്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, കിക്ക് ദ ബക്കറ്റ്. കിക്ക് ദ ബക്കറ്റ് എന്ന ശൈലിയുടെ ശരിയായ മലയാള വിവർത്തനം എന്താണ്? കിക്ക് ദ ബക്കറ്റ് എന്ന ശൈലിയുടെ മലയാള വിവർത്തനം എന്ന് പറയുന്നത് എന്താണ്? മരിക്കുക. എന്താണ്? മരിക്കുക. കിക്ക് ദ ബക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മരിക്കുകയാണ്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം 100ാമത്തെ ചോദ്യമാണ്. ദ ക്ലൈമറ്റ് ചേഞ്ച് ഹാസ് സ്റ്റാർട്ടഡ് ടു ഷോ ഇറ്റ്സ് സൈൻ ഇൻ ദ ഫോം ഓഫ് ഡ്രോട്ട്, ഐസ് മെൽറ്റിംഗ് എക്സെട്ര എന്നതിന്റെ ശരിയായ മലയാള രൂപം എന്താണ്? ഉത്തരം വരൾച്ച, മഞ്ഞുരുകൽ തുടങ്ങിയവയിലൂടെ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ലക്ഷണങ്ങൾ പ്രകടമായിട്ടുണ്ട് എന്നുള്ളതാണ്. ദ ക്ലൈമറ്റ് ചേഞ്ച് ഹാസ് സ്റ്റാർട്ടഡ് ടു ഷോ ഇറ്റ്സ് സൈൻ ഇൻ ദ ഫോം ഓഫ് ഡ്രോട്ട്, ഐസ് മെൽറ്റിംഗ് എക്സെട്ര. വരൾച്ച, മഞ്ഞുരുകൽ തുടങ്ങിയവയിലൂടെ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ലക്ഷണങ്ങൾ പ്രകടമായിട്ടുണ്ട് എന്നുള്ളതാണ് ശരിയായ മലയാള രൂപം എന്ന് പറയുന്നത്. നമുക്ക് ചില തർജ്ജമകൾ കൂടെ നോക്കിയിട്ട് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ലേമാൻ എന്ന് പറഞ്ഞാൽ എന്താ? സാമാന്യൻ. ലേമാൻ സാമാന്യൻ. കാരിക്കേച്ചർ എന്ന് പറഞ്ഞാൽ തൂലികാ ചിത്രമാണ്. കാരിക്കേച്ചർ തൂലികാ ചിത്രം. കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ പ്രശംസയാണ്. കോംപ്ലിമെന്റ് പ്രശംസ. ജസ്റ്റ് ഇൻ ടൈം എന്ന് പറഞ്ഞാൽ യോജിച്ച സന്ദർഭത്തിൽ. ജസ്റ്റ് ഇൻ ടൈം യോജിച്ച സന്ദർഭത്തിലാണ്. വൈറ്റ് ലൈ എന്ന് പറഞ്ഞാൽ പച്ചക്കള്ളം. വൈറ്റ് ലൈ പച്ചക്കള്ളം. അൾട്ടിമാറ്റം എന്ന് പറഞ്ഞാൽ അന്ത്യശാസനം. അൾട്ടിമാറ്റം എന്ന് പറഞ്ഞാൽ അന്ത്യശാസനം. പാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? തുല്യത. പാരിറ്റി തുല്യത. പ്ലേ ഫിസ്റ്റ് ഫിഡിൽ എന്ന് പറഞ്ഞാൽ നേതൃത്വം വഹിക്കുക. പ്ലേ ഫിസ്റ്റ് ഫിഡിൽ എന്ന് പറഞ്ഞാൽ നേതൃത്വം വഹിക്കുക. ലേമാൻ എന്ന് പറഞ്ഞാൽ സാമാന്യൻ. കാരിക്കേച്ചർ എന്ന് പറഞ്ഞാൽ തൂലികാ ചിത്രം. കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ പ്രശംസ. ജസ്റ്റ് ഇൻ ടൈം എന്ന് പറഞ്ഞാൽ യോജിച്ച സന്ദർഭത്തിൽ. വൈറ്റ് ലൈ എന്ന് പറഞ്ഞാൽ പച്ചക്കള്ളം. അൾട്ടിമാറ്റം എന്ന് പറഞ്ഞാൽ അന്ത്യശാസനം. പാരിറ്റി എന്ന് പറഞ്ഞാൽ തുല്യത. പ്ലേ ഫിസ്റ്റ് ഫിഡിൽ എന്ന് പറഞ്ഞാൽ നേതൃത്വം വഹിക്കുക എന്നാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും 10 ചോദ്യങ്ങളായിരുന്നു 2019 പത്തനംതിട്ട, മലപ്പുറം, കാസർഗോഡ് ജില്ലകൾക്ക് വേണ്ടി നടത്തിയ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ എക്സാമിന് ചോദിച്ച മലയാളം ചോദ്യങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാകുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.